ഇപ്പൊ ഈ പോസ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ചേട്ടന്റെ ലുക്കൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ശരിക്കും ഒരു മൂവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പേഴ്സണലി എന്തൊക്കെ മേക്ക് ഓവർ, ഫിസിക്കലി ആയിക്കോട്ടെ, എന്തൊക്കെ ലുക്ക് മാത്രം മാറിയിട്ടില്ല, അഭിനയം പഴയത് തന്നെയാണ്. അല്ല, ആ ലുക്ക് ശരിക്കും ഈ ഡയറക്ടറും ഇതും കൂടി പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഫാന്റസിയിലേക്ക് പോകുന്നൊരു സമയം അത് ഏക്കോന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ട്. പക്ഷെ എനിക്ക് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. നമ്മളുടെ രൂപം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ട് എന്നെ കണ്ട എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ മോസ്റ്റ് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ വന്നിട്ട് അതിനു വേണ്ടി ചെലവ് ചെയ്യാനും ഒരു ദിവസം അതിന്റെ വളരെ കുറച്ച് എൻ്റെ ആ പോർഷനുള്ളൂ. പക്ഷെ അല്ലല്ല, അപ്പൊ അതൊരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്യാനും ഒരു ദിവസത്തെ ചെലവ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും കണക്കുണ്ട്. അത് എക്സ്പെൻസ് എന്തായാലും വരും. ആരഭിനയിച്ചാലും മമ്മൂട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ ഞാനാണെങ്കിലോ പക്കൂറാണെങ്കിലും ചെലവ് വരുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് ഈ യൂണിറ്റിൻ്റെ ഒക്കെ വരുന്നത്. അപ്പോൾ അത്രയും ചെലവ് ചെയ്യാൻ വരിക. പിന്നെ അതിനോടൊപ്പം ഇതിൻ്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല അസൻ വണ്ടൂരാണ് എന്നെ മേക്കപ്പ് ചെയ്തത്. മ്യൂസിക് ചെയ്തത് ആനന്ദ് മധുസൂദനാണ്, പ്രേത ഉൾപ്പെടെയുള്ള വിശേഷത്തിലെ നായകൻ. അപ്പോൾ മധു ബാലകൃഷ്ണനും നാരായണി ഗോപനും പാടുന്നു, സൂരജ് എഡിറ്റ് ചെയ്യുന്നു, ഡോൺ മാക്സ് ഫൈനൽ എഡിറ്റ് ചെയ്യുന്നു, പിന്നെ കളറിങ് ലിജു പ്രഭാകർ. അങ്ങനെ ക്രെഡിറ്റ്സ് എല്ലാം. ഇതിന്റെ ഡയറക്ടർ മാത്രം പുതിയ ആളാണ്, അദ്ദേഹം തെലുങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് വന്നപ്പോഴും ഇതിലൊരു പുതുമുഖ നടനെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളെപ്പോഴും ആരെങ്കിലും പുതിയ ആളെ പരിചയപ്പെടുത്തുമല്ലോ. ഇപ്പൊ TV ഷോസ് ആണെങ്കിലും നമ്മൾ പരിചയപ്പെടും. അതുപോലെ നമ്മൾ പരിചയപ്പെടുന്ന രാകേഷ് സുബ്രഹ്മണ്യം എന്ന ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ. എന്റെ അടുത്ത് പലരും ആദ്യം ചോദിച്ചു കമലഹാസനാണെന്നൊക്കെ ചോദിച്ചു. ഇത് തമിഴ്നാട്ടിൽ കൊണ്ട് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പലരും ചോദിക്കും കമലഹാസനും വിജയ് സേതുപതിയാണ് അല്ലെങ്കിൽ കമലഹാസനും ശരത് കുമാറാണെന്നൊക്കെ ചോദിക്കും. അല്ല, എനിക്ക് കുറെ മെസ്സേജസ് അങ്ങനെ വന്നില്ല. ഇങ്ങനെ പക്രു പിന്നെ തമിഴ്നാട്ടിൽ പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. അപ്പൊ എവിടെ ഒട്ടിച്ചാലും അവന് അതെ അതെ അല്ല, സാധാരണ ഇവന്റെ ഒപ്പം വിജയും സൂര്യയൊക്കെയാണല്ലോ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ വരാൻ സാധ്യതയുണ്ട്. ടിനിറ്റോം ഉണ്ടായാലും അപ്പുറത്ത് നീ എന്നെയും കൂടെ ഉയരത്തിലേക്കുണ്ടാവുന്ന പരിപാടിയാണോ? അല്ല, കേറി പോവാണെങ്കിലും പിടിച്ചിരുത്താൻ എനിക്ക് പറ്റും. അതാണ്. ഇപ്പൊ ചേട്ടാ പക്രുചേട്ടനാണെങ്കിലും ആഫ്റ്റർ ലോങ് 5 years ആണ് ഇങ്ങനത്തെ ഒരു മൂവി കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചേട്ടൻ ഏറ്റവും കൂടുതൽ ഒരു മൂവിയിൽ അട്രാക്ട് ചെയ്തൊരു എലമെന്റ് എന്തായിരുന്നു? ഇങ്ങനെ ഒരു സംഗതി ആദ്യമായിട്ട് ഇതിലാ വരുന്നത്. കുറെ പടങ്ങൾ നമുക്ക് വരുന്നതിനകത്തുനിന്ന് ഇപ്പം ഒരാളെയും നമ്മളങ്ങനെ നിരുത്സാഹപ്പെടുത്താറില്ല. പിന്നെ ആ പ്രൊജക്റ്റ് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ, അല്ല ഞാൻ അതിനകത്ത് പ്രധാന വേഷം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കുമല്ലോ. അപ്പം നോക്കുന്ന സമയത്ത് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന പല പല ഘടകങ്ങൾ അതിനകത്ത് വരും. അതിനകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സിനിമ ചെയ്യാൻ വേണ്ടി എന്നെ പോലുള്ള ഒരാളെ മുൻനിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡക്ഷൻ വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും തന്നെ അങ്ങനെ ചിന്തിച്ചിട്ടല്ലേ വരുന്നത്. അപ്പം ഈ ഒരു സിനിമ ഒരു നല്ല സിനിമയായിരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. ഒരു ചെറിയ സിനിമ ചെയ്യണം, അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് മോഷൻ ഡ്രാഗൺ എൻ്റർടൈൻമെൻറ്റ് വരുമ്പോൾ പിന്നെ അടുത്ത സ്ക്രിപ്റ്റാണല്ലോ നമ്മൾ നോക്കുന്നത്. അതിനകത്തും വലിയ കുഴപ്പമില്ലാത്ത ഇതുവരെ ചെയ്തതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടർ വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എടുക്കുന്നു എന്നുള്ളത്. നമ്മൾ കാത്തിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ അടുത്ത അത്ഭുത ദ്വീപ് 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ഉണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് നമ്മൾ പ്രധാന വേഷത്തിൽ വരുന്ന സിനിമകൾ വളരെ കുറവാണ്, വരലുണ്ടാവുന്നുള്ളൂ. അത് ഈ ഘടകങ്ങളെല്ലാം ഒന്നിച്ച് വരാത്തതുകൊണ്ടാണ്. നല്ല കഥകൾ വരുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യാനൊരു പ്രൊഡക്ഷൻ വരില്ലായിരിക്കും, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരും. ഇപ്പോഴും ഒരു 3-4 പടങ്ങൾ അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്.